എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ അഴീക്കൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന് മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാതുകാവൽ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജനുവരി 19 വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാം ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും അങ്ങനെ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു വിശേഷം ഇവിടെ നടക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച ചങ്ങാടപ്പെരുന്നാൾ എന്ന് പറയും. ചങ്ങാടപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു വലുതായിട്ട് ആരും അങ്ങനെ കേട്ടിട്ടില്ല. ചരിത്ര പ്രസിദ്ധമായ ജലഘോഷയാത്ര, നമ്മൾ ഉത്സവങ്ങൾക്കും ബാക്കി ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഘോഷയാത്രകൾ കാണാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഞങ്ങളുടെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് ജലഘോഷയാത്ര. ജലഘോഷയാത്ര എന്ന് പറയുമ്പോൾ ചങ്ങാടത്തിനകത്ത് ഒരുപാട് ചങ്ങാടങ്ങളുണ്ട്. ചങ്ങാടത്തിനകത്ത് ഓരോ തിരുരൂപങ്ങൾ, അതേ കണക്ക് പള്ളികൾ, അതിൻ്റെ എല്ലാം രൂപങ്ങൾ ലൈറ്റ് സെറ്റ് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ്. ഇത് ഈ കായലിനകത്തൂടെ ഇങ്ങനെ കറങ്ങി ഉള്ള ഘോഷയാത്രകളാണ്. അപ്പം പല സ്ഥലത്തും ഞങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാ ആൾക്കാരും, അത് ഈ നാട്ടുകാരെന്നല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വന്ന് ഈ ഒരു ഇത് കാണാനായിട്ട് ഉള്ള ആ ഒരു ഇതും കൂടാണ് ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്നത്. അപ്പോൾ ശനിയാഴ്ച കടൽ വെഞ്ചരിപ്പോടു കൂടിയാണ് ഇവിടുത്തെ തിരുനാൾ അവസാനിക്കുന്നത്, ഈ വർഷത്തെ തിരുനാൾ അവസാനിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന് പള്ളിയുടെ അകത്തോട്ട് ഞാൻ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏഷ്യയിലെ ആദ്യത്തെ രൂപതയായ കൊല്ലം രൂപതയുടെ തന്നെ ഫസ്റ്റ് പള്ളി എന്ന് പറയുന്നത് തന്നെ വേണ്ട ഞാൻ ഈ നിൽക്കുന്ന സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്ന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കയറാം. അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അൾത്താരയ്ക്ക് മുന്നിലാണ്. അപ്പം ഈ ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള ഈ ഒരു രൂപമെന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ ആദ്യത്തേതാണ് കേട്ടോ. മറ്റ് പള്ളിയിലൊന്നും കാണാത്ത വേറൊരു പ്രത്യേകതയോടുണ്ട് ഇവിടെ. അതായത് എന്താണ്, മരിയൻ ഗാലറി. അപ്പം നമുക്ക് മരിയൻ ഗാലറിയിലെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം. ഞാനിപ്പം ഇതേണ്ട മരിയൻ ഗാലറിയിൽ നിൽക്കുക കേട്ടോ. ഒരു അത്ഭുത ലോകത്ത് വന്ന കണക്ക് തന്നെ, സത്യം പറയാലോ. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടാകും. മറ്റ് പള്ളിയിലെങ്ങും നമ്മളിത് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പള്ളിയിലുണ്ട്. ഇതേ ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയോടുണ്ട് കേട്ടോ. പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്നും കൊണ്ടുവന്ന ഒരു അനുഗ്രഹീതമായിട്ടുള്ള തിരു സ്വരൂപം കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ഉള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഴീക്കൽ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ വരണം. തിരുനാളാണ്. അതേപോലെ തന്നെ അല്ലാതായാലും വന്ന് കാണണം. ഒത്തിരി നമ്മൾ ഒരുപാട് ഇതിനകത്ത് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ വേറെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മരിയൻ ഗാലറിയുടെ ഇരുവശങ്ങളിലായിട്ടും ഉണ്ടല്ലോ ഇതേപോലെ വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഓരോ വിശുദ്ധന്മാരുടെയും ആ തിരുസ്വരൂപത്തിന് താഴെയായിട്ട് ഇതേപോലെ അവരുടെ കാര്യങ്ങൾ മൊത്തം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് ഓരോ ഇതും ഞാൻ ഫോട്ടോ എടുത്തിട്ട് കമൻറ്റ് ബോക്സിലായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദേവാലയത്തിൽ ചെന്നാലും ഉണ്ടല്ലോ നമുക്ക് ഇതേപോലത്തെ ഉള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു മറ്റ് ദേവാലയങ്ങളെയൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ നമ്മളെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ അറിയണമെങ്കിൽ 19-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ചരിത്രങ്ങൾ അറിഞ്ഞാലേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഭാരവാഹികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് നമുക്കിത് അറിയാൻ പറ്റും. ഞാൻ ഈ ചങ്ങാട പെരുന്നാളിന് മുമ്പ് വന്ന് ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങാട പെരുന്നാളിൻ്റെ അന്നൊന്നും ഇവിടെ വന്ന് നമുക്ക് വീഡിയോ ഇതേപോലെ നിന്ന് ഇത്ര ക്ലിയർ ആയിട്ടൊന്നും വന്ന് എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നെടുത്തത്. എന്തായാലും ചങ്ങാട പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ അല്ലാതെ ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ആധികാരികമായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാനിത് നേരത്തെ വന്നെടുത്തത്.
അപ്പോഴും ഓച്ചിറയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ നമ്മൾ പള്ളിയിലോട്ട് വരാനുള്ള ദൂരമുണ്ട്. ഓച്ചിറയിൽ നിന്ന് പടിഞ്ഞാറോട്ട് 1000 തെങ്ങ് വരണം. 1000 തെങ്ങ് പാലം കയറി വരുമ്പോൾ വലത്തോട്ട് കുറച്ച് ദൂരം പോകുമ്പോഴായിട്ടാണ് നമ്മുടെ ഈ ദേവാലയം ഉള്ളത്. അതായത് കിഴക്ക് ഭാഗത്ത് കായൽ ഭാഗത്താണ് നമ്മുടെ ഈ ദേവാലയം. ഇവിടുത്തെ ഇടവക വികാരി ഫാദർ പ്രശാന്ത് ജോർജ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ഈ വർഷം ഫാദറിൻ്റെ മേൽനോട്ടത്തിലാണ് കാർമ്മികത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യത്തെ വിശേഷങ്ങളൊന്ന്. ഇത് എൻ്റെ ആദ്യത്തെ ഒരു തിരുനാളാണ്. ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം ആദ്യത്തെ തിരുനാളാണ്. ഇതെനിക്കൊരു അനുഭവമാണ്. ഇവരുടെ പറച്ചിലുകളെ മാത്രമേ എനിക്ക് ഉള്ള അനുഭവം. ചങ്ങാട പെരുന്നാൾ മുതലെല്ലാം ഇവിടെ വേറെ പള്ളികളിലൊന്നും നമുക്ക് അങ്ങനെ കേട്ടതില്ല. വേറെ പള്ളികളിലുണ്ട്, പക്ഷേ ഇത്ര അധികമായി വളരെ ആർഭാടത്തോടുകൂടെ ചങ്ങാട പെരുന്നാളുകൾ നടത്തുന്ന ഒരു പള്ളി ഇത് മാത്രമേ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ദേവാലയങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ചങ്ങാടം രൂപങ്ങളെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഏകദേശം 9-10ഓളം ചങ്ങാടങ്ങൾ തന്നെയുണ്ട്. പള്ളിയുടെ തന്നെ വലിയൊരു ചങ്ങാടവും ബാക്കിയുള്ള ഓരോരോ 7-8 കരക്കാരുടെ ചങ്ങാടങ്ങളൊക്കെ അവർ അലങ്കരിക്കുന്നുണ്ട്. രൂപങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള ഇടവകളിലാണെങ്കിൽ രൂപങ്ങൾ മാത്രം കൊണ്ടുപോകാം. ഇവിടെ ആണെങ്കിൽ ഓരോ ചങ്ങാടത്തിലും അവർ ഓരോ പള്ളിയുടെ മോഡലുകളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് വളരെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് ഇടയ്ക്ക് വേറെ പള്ളിയിലായിരിക്കുമ്പോൾ ഇത് കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഈ വർഷം അതിൻ്റെ കൂടെ ആയിരിക്കാനും അതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കാനും സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഉള്ളത്. എൻ്റെ ഈ ചങ്ങാട പെരുന്നാളിലേക്ക് സെബസ്ത്യാനോസിൻ്റെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പുണ്യാളൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഇപ്പോഴും നമ്മുടെ ഇടവകയുടെ വിശേഷങ്ങൾ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ വിശേഷങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മളെ ഇവിടെ ടെൻസൻ ചേട്ടനുണ്ട്, മോനസൻ ചേട്ടനുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട്. അവർ നമുക്ക് പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഇതിൻ്റെ ഇവിടുത്തെ കുറച്ചും കൂടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇത് പഴമക്കാർ കൈമാറി വന്ന കുറേ ചരിത്രങ്ങളും കാര്യങ്ങളുമാണ് പറയുന്നത്. ആധികാരികമായിട്ടുള്ള രേഖകൾ ഇത് കിട്ടാതെ പോയത്, ഇതിൻ്റെ അഴീക്കലെന്ന് പറഞ്ഞ് നമ്മൾ ഏത് ഗ്രന്ഥത്തിൽ നോക്കിയാലും അഴീക്കലെന്ന് കാണില്ല. അപ്പോൾ അങ്ങനെ ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഒത്തിരി കാലതാമസം ഉണ്ടായിട്ടുണ്ട് ചരിത്രങ്ങൾ കിട്ടുന്നതിൽ. ഇത് അറിയപ്പെട്ടിരുന്നത് ഐബീക്ക എന്നാണ്. ഐബീക്ക 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ കൊച്ചി കഴിഞ്ഞിട്ട് ആദ്യത്തെ അവരൊരു താവളമായിട്ട് പോർച്ചുഗീസുകാർ കണ്ടത് ഐബീക്കയാണ്. അപ്പം അന്ന് ഇവിടെ ഒരു ചെറിയൊരു കോട്ടയും അവരുടെ കുറേ സെറ്റിൽമെൻറ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരായിട്ടാണ് ഇവിടെ ഒരു ആദ്യത്തെ പള്ളി, നമ്മുടെ ഒരു 4 പള്ളികൾക്കപ്പുറമുള്ള ആദ്യത്തെ പള്ളി സ്ഥാപിച്ചത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാതിയിൽ തന്നെ പോർച്ചുഗീസുകാരാണ്. അപ്പം ഐബീക്ക എന്ന പേര് പിൽക്കാലത്ത് എങ്ങനെയോ അവരുടെ ഗ്രന്ഥത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഈ ഐബീക്ക എന്ന സാധനം ഇതാണ്, അഴീക്കൽ ആണ്. അവർ അഴീക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകൊണ്ട് ഐബീക്ക അവരാക്കിയതാണ്. അപ്പം അങ്ങനെ അവർ ഒരു പള്ളി ഉണ്ടാക്കി. അതിനകത്തുള്ള രൂപങ്ങളും കാര്യങ്ങളും എല്ലാം പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിൽക്കാലത്ത് ഈ പള്ളി കടലാക്രമണത്തിൽ രൂക്ഷമായ നാശനഷ്ടം ഉണ്ടാകുകയും അത് അടുത്ത പള്ളിയിലേക്ക് മാറ്റപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ 3ാമത്തെ പള്ളി, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കുരിശിയുടെ തൊട്ടടുത്തുള്ള 3ാമത്തെ പള്ളിയിലേക്ക് ഈ രൂപങ്ങളും കാര്യങ്ങളൊക്കെ 2ാമത്തെ പള്ളിയിൽ നിന്ന് കടലാക്രമണം നടത്തി കുറേ കാര്യങ്ങൾ, നമ്മുടെ രൂപങ്ങൾ, പ്രധാനപ്പെട്ട ആൾത്താരുടെ പോർച്ചുഗീസ് വളരെ ശില്പഭംഗിയുള്ള ആൾത്താരുടെ പല ഭാഗങ്ങളും നമ്മൾ ക്ലാപ്പനയുള്ള ഒരു കുരിശുപള്ളി, അന്ന് ക്ലാപ്പന പള്ളിയല്ല കുരിശുപള്ളി, ഒരു കുരിശു ഇതാണ്, അതിലേക്ക് മാറ്റപ്പെടുകയും പിൽക്കാലത്ത് ഇവിടുന്നുള്ള ആൾക്കാർ പലരും ഈ ക്ലാപ്പന പ്രദേശങ്ങൾ, ആലമ്പുഴ പ്രദേശങ്ങളിലേക്ക് താമസം മാറുകയും അങ്ങനെ പിൽക്കാലത്ത് ക്ലാപ്പനപ്പള്ളി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു പള്ളി ഉണ്ടായി. ആ പള്ളിയും കാലക്രമണത്തിൽ കുരിശിയുടെ അടുത്തുള്ള കടലാക്രമണത്തിൽ നാശങ്ങൾ ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ഇവിടെ ഇപ്പം ഈ പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് വേറൊരു പള്ളി, മുൻപുണ്ടായിരുന്ന പള്ളി പണിയുകയും ചെയ്തു.
അപ്പോൾ ഈ പള്ളിക്ക് മുമ്പ് തന്നെ ഈ പ്രദക്ഷിണം, അതായത് സെബസ്ത്യാനോസ് എന്ന് പറയുന്നത് വളരെ അവരുടെ അവിടുന്ന് കൊണ്ടുവന്ന ഒരു രൂപമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രൂപം നാട്ടുകാരിൽ വളരെ വിശ്വാസവും, പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളിൽ ഭയങ്കര ഭയഭക്തി, ബഹുമാനം. ഈ വെളുത്തച്ഛൻ, അവർ വിളിക്കുന്ന വെളുത്തച്ഛൻ എന്ന് പറയുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിൽ അവർക്ക് വളരെയേറെ ഒരു ഇതുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വളരെയേറെ നല്ല രീതിയിൽ ഒരു പ്രദക്ഷിണം എല്ലാ വർഷവും ഈ ജനുവരി മാസത്തിൽ, അന്ന് ജനുവരി 15 തൊട്ട് 20 വരായിരുന്നു തിരുനാൾ. അപ്പോൾ ഈ ജനുവരി മാസത്തിൽ 19 നടക്കുന്ന ഈ ഊരുചുറ്റൽ പ്രദക്ഷിണത്തിൽ, അന്ന് കരമാർഗം ഉള്ള ഊരുചുറ്റൽ പ്രദക്ഷിണത്തിൽ വളരെ തുച്ഛമായ ക്രിസ്ത്യൻ സമൂഹം ഇവിടെ ഉള്ളൂ. വളരെ നിസ്സീമമായ സഹകരണം, 2-3 കരയോഗങ്ങളിൽ നിന്ന് നിസ്സീമമായ സഹകരണം ലഭിച്ചത് അവരുടെ ഭക്തജനങ്ങൾ വളരെയേറെ താല്പര്യത്തോടെ ഈ പ്രദർശനത്തിൽ കാണുകയും എല്ലാ കൊല്ലവും ഇത് പൂർവാധികം ഭംഗിയായിട്ട് നടന്നു വരികയും ചെയ്തു. അപ്പോൾ ആദ്യം ഇത് ഒരു കരമാർഗമുള്ള പ്രദക്ഷിണം മാത്രമായിരുന്നു. ഇങ്ങനെ പണ്ട് ഇവിടെ അനേകം മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സ്യത്തൊഴിലാളികൾ, ഈ കായലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് ഈ ചെറിയ ചാട്ടവള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാട്ടവള്ളങ്ങൾ ഇന്നത് അതൊന്നുമില്ല. ഈ ചാട്ടവള്ളങ്ങളെല്ലാം അവിടെ കൂട്ടിക്കെട്ടി കായലിലൂടെ ഒരു പ്രദക്ഷിണം ആരംഭിക്കുകയൊക്കെ ചെയ്തു. അത് വേറെ എങ്ങും കേട്ടിട്ടില്ല. അപ്പോൾ അത് ആദ്യം നടന്നത് ഈ ഒരു ചെറിയ ചാട്ടവള്ളങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് അതിനകത്ത് അന്നത്തെ പെട്രോമാക്സ് കത്തിച്ച് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് പിൽക്കാലത്ത് ബൾബുകളുടെ കാലം വന്നപ്പോൾ അത് വളരെ മനോഹരമായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല കഴിവുള്ള കലാകാരന്മാർ, അത് ഇടവകയിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ ചേർന്ന് അവർ പല പള്ളികളുടെ രൂപങ്ങളുണ്ടാക്കി ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ചെറിയ രീതിയിൽ കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന അതിമനോഹരമായിട്ടുള്ള ബൃഹത്തായ ജലഘോഷയാത്രയായിട്ട് പേരെടുത്തു. ഇത് തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിലല്ല, എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു കായലിലൂടെ ഇത്ര മനോഹരമായിട്ട് അനേകം പള്ളികളുടെ മാതൃക കെട്ടിയുണ്ടാക്കി വളരെ നല്ല രീതിയിൽ ഇത്ര വർണ്ണശബളമായ രീതിയിൽ നടത്തുന്ന ഒരു ജലഘോഷയാത്ര ഉണ്ടോ? വേറെ എങ്ങുമില്ല, നമ്മൾ തിരക്കിട്ട് എങ്ങുമില്ല. അപ്പോൾ ഇത് കാണാനായിട്ട് അനേകം ദേശങ്ങളിൽ നിന്ന് അറിഞ്ഞ ആൾക്കാർ അന്നൊരു, എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷത്തോളം ആൾക്കാർ ഇത് വീക്ഷിക്കാനായിട്ട് പല കരകളിലുമായിട്ട് എത്തിച്ചേരാറുണ്ട്. പിന്നെ ബന്ധുമിത്രാദികൾ അതിലൂടെ ഈ പ്രദക്ഷിണം അറിഞ്ഞ് അങ്ങനെ ആ രീതിയിൽ വരുന്നവരുണ്ട്. പക്ഷേ ഈ പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മീഡിയയുടെ കാലഘട്ടം ഒക്കെ ആയപ്പോൾ പലപ്പോഴും പല ചാനലുകൾക്ക് സമീപിച്ചിട്ടുണ്ട്. മെയിൻ സ്ട്രീം ചാനലുകളെയൊക്കെ സമീപിച്ചെങ്കിലും അവരിൽ നിന്നൊക്കെ ഒരു വലിയൊരു സഹകരണം കിട്ടിയില്ല. പിൽക്കാലത്ത് യൂട്യൂബിൻ്റെ ഒക്കെ കാലം ഉണ്ടാകുമ്പോഴത്തേക്ക് ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു. അതിലൂടെ അനേകം ആൾക്കാർ, കേരളത്തിലുള്ള ഒത്തിരി ആൾക്കാർ ഈ ജലഘോഷയാത്രയെക്കുറിച്ച് അറിയാൻ ഇടയായി. അപ്പോൾ അക്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം മാഡം എടുത്ത ആ ഒരു ചെറിയ ക്ലിപ്പാണ് വളരെ വർഷം വന്നിട്ട് ഇതെടുത്തായിരുന്നു ചങ്ങാട പെരുന്നാൾ. അങ്ങനെ നമ്മൾ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്തുവാണ്, ഇത് എങ്ങും വേറെങ്ങും കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ വർഷം കുറച്ചും കൂടി നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് നേരത്തെ വന്ന് വീഡിയോ എടുത്ത്. അതുപോലെ തന്നെ ചങ്ങാട പെരുന്നാൾ വെള്ളിയാഴ്ചയാണ്, ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജനുവരി 19. അപ്പോൾ വരാൻ പറ്റുന്നവരെല്ലാം വന്ന് ഇതിൽ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് വളരെയേറെ സന്തോഷം. ഇങ്ങനൊരു യൂട്യൂബർ നേരത്തെ തന്നെ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ ഇടവകയുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ 4-5-6 കരകളിൽ നിന്ന് ഈ ഇടവകയുടെ അനേകം കുടുംബങ്ങൾ പല കരകളിലായിട്ടാണ് താമസിക്കുന്നത്. അവിടെ നിന്നെല്ലാം വളരെ ദീർഘനാളത്തെ, ഏകദേശം 2-3 ആഴ്ചത്തെ അവരുടെ കഷ്ടപ്പാടാണ്. ഈ 2-3 ആഴ്ച അവർ ഈ പള്ളിയുടെ മുഖപ്പുണ്ടാക്കാനും അത് പെയിൻ്റ് അടിച്ച് അത് ക്ലിയറാക്കി വളരെ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ പള്ളി നിൽക്കുന്ന രീതിയിൽ, കായലിൽ കൂടെ ഒരു ഒറിജിനൽ പള്ളി ഒഴുകി വരുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള അവർ 2-3 ആഴ്ചത്തെ ഈ 2-3 കരക്കാരുടെ
വളരെയേറെ കഷ്ടപ്പാടാണ് ഇൻഡിവിജ്വലി. അപ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ ഈ ഒരു ജലഘോഷയാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ വർഷത്തെ തിരുനാൾ കമ്മിറ്റിയുടെ കൺവീനർ മോനച്ചൻ ചേട്ടൻ നമ്മളോടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചേട്ടാ ഈ വർഷത്തെ വിശേഷം എന്ന് പറയുമ്പോൾ? ഈ വർഷത്തെ വിശേഷങ്ങൾ ടെൻസൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ് എങ്കിലും കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഈ ഇന്ത്യയിൽ മുഴുവനുള്ള എല്ലാവരെയും ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശനിയാഴ്ചയാണ് നമ്മളുടെ ഇവിടുത്തെ തിരുനാൾ അവസാനിക്കുന്നത്. അത് കടൽ വെഞ്ചരിപ്പോടു കൂടി അവസാനിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ കടൽ വെഞ്ചരിപ്പിനെ കുറിച്ചുള്ള ഒന്ന് പറഞ്ഞു തരാമോ? പറയാമല്ലോ. കടൽ വെഞ്ചരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിവിടെ ഈ ദേവാലയത്തിൽ ഇത് തുടങ്ങിയിട്ട് 3 വർഷമായുള്ളൂ. 2021 മുതലാണ് കടൽ വെഞ്ചരിപ്പ് തുടങ്ങുന്നത്. അന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് ദേവാലയത്തിൻ്റെ വാതിക്കൽ നിന്ന് വള്ളത്തിൽ പുണ്യാളൻ്റെ രൂപം കയറ്റും. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം കയറ്റിയിട്ടെന്ന് പറയുന്നത് ചെണ്ടമേളങ്ങളും അതുപോലുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി വള്ളം കടലിൽ ചെന്നിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കുരിശടി ഉണ്ടല്ലോ, അഴീക്ക കുരിശടിയുടെ പടിഞ്ഞാറ് വശം ചെല്ലുകയും ആ കടലിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് അവിടുന്ന് മറ്റുള്ള വള്ളങ്ങൾ ഇതിനെ അനയിച്ചു കൊണ്ടുവരും. ഒരുപാട് വള്ളങ്ങൾ കാണും, ഒത്തിരി വള്ളങ്ങൾ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ പ്രദക്ഷിണവും എഴുന്നള്ളത്തും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻക്കായി ബാക്കിയുള്ള ഹിന്ദുക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത്. ഇല്ല നല്ല സൗഹാർദ്ദവും എല്ലാം നമ്മളെയും കൈ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയും കൈ ദേവാലയത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പെരുന്നാളുകൾ കൊണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ അവരാണ്. എല്ലാ കാര്യത്തിനും, സാമ്പത്തിക കാര്യത്തിനായാലും സഹകരണത്തിലായാലും എല്ലാം അവർ നമ്മുടെ കൂടെ ഉണ്ട്. അത് വിജയം എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും തുടങ്ങി അതല്ല, പുരാതന കാലം മുതലേ അങ്ങനെ തന്നെ. വേർതിരിവെന്ന് പറയുന്നത് ഈ ദേവാലയത്തിനില്ല. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. ശനിയാഴ്ചയാണ് തീരുന്നത്. കടൽ വെഞ്ചരിപ്പോട് കൂടി തീർന്നതിന് ശേഷം ഇവിടെ സ്നേഹവിരുന്നുണ്ട്. 15 വർഷം കൊണ്ട് ഒരു സ്നേഹവിരുന്ന് ഉണ്ട്. അത് ഒരു സംഘടന നടത്തുന്നതാണ്. ശാലോം പ്രദേശ് എന്ന് പറയുന്ന സംഘടനയാണ് 20-ാം തീയതിയത്തെ സ്നേഹവിരുന്ന് നടന്നത്. സ്നേഹവിരുന്ന് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അന്നദാനം അത് കൊടുക്കുന്നു. നമ്മളിത് സ്നേഹവിരുന്ന് എന്ന് പറയുന്നത് 3500 രൂപ നമ്മളെ ഭക്ഷണം കരുതുന്നുണ്ട്. ഈ വർഷത്തെ രാത്രി നാടകമുണ്ട്. അത് കഴിയുമ്പോൾ കൊടിയിറങ്ങി കഴിഞ്ഞ് രാത്രി നാടകവും. ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങ് നരിക്കരുണ്ണി ഈശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കെണികളിൽ നിന്ന് എല്ലാ മക്കളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ചുകൊണ്ട് ജീവിതം കഴിപ്പാനും നല്ല